ഗുഡ് മോർണിംഗ്. നിങ്ങൾ ക്ലാസ്സൊക്കെ ഇന്നലെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? പിന്നെ ഇന്നും ക്ലാസ് കഴിഞ്ഞ ഫസ്റ്റ് അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ദിവസങ്ങളിൽ വളരെ ടൈറ്റായ വർക്ക് നിങ്ങൾക്ക് ഉണ്ടാവില്ല, പതുക്കെ ക്ലാസ്സുകൾ ഉണ്ടാവും. ഞാൻ ഇന്നലെ ഓരോരുത്തരോട് സംസാരിച്ചിരുന്നു, നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് കാണുക, കൃത്യമായിട്ട് നോട്ട്സ് ഉണ്ടാക്കുക, അതാത് ദിവസങ്ങളിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഇതൊക്കെ ഇന്നലെ പറഞ്ഞ കാര്യമാണ്, ഒന്നുകൂടി പറയാന്നേ ഉള്ളൂ. ഓക്കെ, അതൊന്നും മറന്നു പോയത്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ വളരെ ലഘുവായിട്ട് എടുത്തിട്ട് വളരെ സ്മൂത്തായിട്ട് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പോയാൽ മതി. സ്ലോ ആയിക്കോട്ടെ, പക്ഷെ സ്റ്റഡി ആയിരിക്കണം, അതാണ് പ്രത്യേകത. അരിയേഴ്സ് ആയിട്ട് ഒന്നും കൂട്ടി വെക്കാൻ പാടില്ല. ക്ലാസ്സുകൾ കഴിയുന്നതും സമയാസമയങ്ങളിൽ തന്നെ കാണും, അല്ലെങ്കിൽ ഉടനെ അടുത്ത് കിട്ടുന്ന അവസരങ്ങളിൽ കാണും. നമുക്ക് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കൊക്കെ ഉള്ളത് മടി വരും. എടുക്കോ ക്ലാസ് നാളെ കാണാം എന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചാൽ കുഴപ്പമൊന്നുമില്ല, നാളെ കണ്ടിരിക്കണം. മറ്റന്നാളെ കാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും. കാരണം ദിവസങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ, ഇപ്പോഴില്ലെങ്കിലും 1-2 ആഴ്ച കഴിയുമ്പോഴേക്ക് എല്ലാ ദിവസവും 5 മണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിൽ ഈ 5 ക്ലാസ്സും കാണണമെങ്കിൽ ലേശം പണിയുണ്ട്, എനിക്കറിയാം. എനിക്ക് ഒന്നാമത് കണ്ണിന് സ്ട്രെയിൻ ആയിരിക്കും, ഫുൾ ടൈം അതിൽ നോക്കിയിരിക്കും, വിഷമം ഉണ്ടാവും, തലവേദന വരും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തേ മതിയാവും. അപ്പോഴേ ഒരിക്കലും അതിങ്ങനെ കൂട്ടിവെച്ചാൽ പ്രശ്നം കൂടുതൽ വൃക്ഷമേ 5 മണിക്കൂർ കണ്ട് 2ാമത്തെ ദിവസം 10 മണിക്കൂറായി മാറും. മണിക്കൂർ ഉണ്ടാവില്ല, എന്നാലും 5 ക്ലാസ് കണ്ട് 10 ക്ലാസ്സായി മാറും വ്യത്യാസം. മണിക്ക് അങ്ങനെ വരുത്തരുത്. കഴിയുന്നതും അന്ന് തന്നെ കണ്ട് ഒഴിവാക്കുക. ഞാൻ പറഞ്ഞത് എല്ലാം മിനിമം അടുത്ത ദിവസമെങ്കിലും അത് ക്ലിയർ ആയിട്ടുണ്ട്. ഒരു കാരണവശാലും അടുത്ത ആഴ്ചക്ക് വെക്കരുത്, പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല, നമുക്കറിയാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ക്ലാസ്സിൽ ഇപ്പം 15 ആളുണ്ട്. നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും മിക്കവാറും. ഒരു ബോയ് ഒഴികെ ബാക്കിയെല്ലാം ഗേൾസാണ്. എല്ലാ PG ക്ലാസ്സുകളിലും നമ്മൾ കാണുന്ന PG ക്ലാസ്സുകളിലും എല്ലാ കോളേജുകളിലും എല്ലാം മറ്റു പ്രൊഫഷണൽ കോളേജുകളെല്ലാം പഠിക്കുന്ന കൂടുതലും പെൺകുട്ടികളാണ്. ആൺകുട്ടികൾക്ക് എവിടെ പോയി ചിന്തിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും പലപ്പോഴും. കാരണം നമ്മുടെ നാട്ടിലെ സെക്സ് റേഷ്യോ ഏകദേശം 1:1 തന്നെയാണ്. ഒരു ആൺകുട്ടികൾക്ക് ഏകദേശം 1000-1000 ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാലും പഠിത്തത്തിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് സ്കൂൾ വിട്ട് കോളേജിൽ എത്തുമ്പോൾ തന്നെ വ്യത്യാസം മനസ്സിലാവും. കോളേജിൽ എത്തുന്നതിന് കൂടുതൽ പെൺകുട്ടികളാണ്. കോളേജ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രി കോളേജിലേക്ക് എത്തുമ്പോഴേക്ക് ഓരോ ക്ലാസ്സിലും നമുക്കറിയാം, നിങ്ങൾ പഠിച്ച ക്ലാസ്സുകൾക്ക് ഓർമ്മ ഉണ്ടാവും, മിക്കവാറും എല്ലാവരുടെ ക്ലാസ്സിലും ഗേൾസ് തന്നെയാണ് ഭൂരിപക്ഷം. ബോയ്സൊക്കെ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ വേറെ തൊഴിൽ നേരിട്ടുണ്ട്, അവർ തൊഴിലധിഷ്ഠിത കോഴ്സിന് പോകുന്നുണ്ട്, അവനൊക്കെ വരാം. എന്നാലും ഇങ്ങനെ വരാൻ പാടില്ലാത്തതാണ്. ആൺകുട്ടികൾ പൊതുവെ കുറച്ച് മടിയന്മാരാണ്, കുഴപ്പന്മാരാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്. എന്നാൽ അതൊന്നും എത്തിപ്പെടുന്ന കാണുന്നില്ല പലപ്പോഴും. കാരണം നമ്മളെല്ലാം മാർക്കിൻ്റെ ബേസിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പം ലേശം മാർക്ക് കുറഞ്ഞതുകൊണ്ടാവാം പലപ്പോഴും എത്താത്തത്. ഈ ഫിനോമിനൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഞാനിപ്പോൾ പഠിക്കുന്ന കാലത്തും എൻ്റെ ക്ലാസ്സിൽ, ഞാൻ PG ക്ലാസ്സിൽ മിക്കവാറും 3 ബോയ്സ് ഉണ്ടായിരുന്നു. ബാക്കി 10 പേരെ ഉണ്ടായിരുന്നത്. 7 പേരും ഗേൾസായിരുന്നു. അങ്ങനെയേ വരുന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ മകൾ പഠിക്കുന്ന ക്ലാസ്സിൽ 30 പേരുണ്ട് PG കോഴ്സിൽ. ആ 30ഉം ഗേൾസാണ്, ഒരാൾ പോലും ഒരു ബോയില്ലേ. ഇങ്ങനെയാണ് സ്ഥിതിയുള്ളത്. പക്ഷെ നമ്മളതിൻ്റെ വേറൊരു വശം ചിന്തിച്ച് നോക്കിയാൽ ഭയങ്കര വിറ്റാണ്. ഉന്നത ഗവേഷണ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് കുറേ ആളുകളെ കാണാൻ പറ്റും. ഏറ്റവും ഹയർ ലെവലിൽ എത്തുമ്പോൾ പിന്നെയും പെണ്ണുങ്ങളെ തൊഴിൽ പോകുന്നതിനോ. ഫോർ എക്സാമ്പിൾ, നമ്മൾ കെമിസ്ട്രിയിൽ ഏത് വിഷയത്തിലായാലും ഏറ്റവും ഉന്നതമായൊരു പുരസ്കാരമാണ് നോബൽ പ്രൈസ് എന്ന് പറയുന്നത്. ഈ നോബൽ പ്രൈസ് കിട്ടിയ ആൾക്കാർ കെമിസ്ട്രീനെ മാത്രം എടുക്കാം, നമ്മൾ കെമിസ്ട്രിക്കാരാണിത്. ഏകദേശം നിങ്ങൾക്ക് അറിയാവുന്നറിയാം, നോബൽ പ്രൈസ് കൊടുക്കാൻ തുടങ്ങിയ കൊല്ലം 1901 മുതലാണ് കൊടുക്കാൻ തുടങ്ങിയത്. 1901 എന്ന് പറഞ്ഞാൽ 120 വർഷം കൊടുക്കാൻ തുടങ്ങിയത്. 120 years. ഈ 120 വർഷങ്ങളിലും കൃത്യമായി കൊടുത്തിട്ടില്ല. പലപ്പോഴും എന്തെങ്കിലും വേൾഡ് വാറൊക്കെ വന്ന സമയത്തൊക്കെ 1-2 വർഷങ്ങളൊക്കെ കൊടുക്കാതിരുന്നിട്ടുണ്ട്. എന്നാലും 112 വർഷങ്ങളിൽ പോയി. 120 വർഷത്തിൽ 112 വർഷങ്ങളിൽ നോബൽ പ്രൈസ് കെമിസ്ട്രി എല്ലാ വിഷയങ്ങളും, മറ്റേ ചെറിയ വ്യത്യാസമുണ്ടോ, എല്ലാ വിഷയങ്ങളിലും കൊടുത്തിട്ടുണ്ട്. ഈ 112 വർഷങ്ങളിൽ നോബൽ പ്രൈസ് കിട്ടിയ ആൾക്കാർ, കെമിസ്ട്രി നോബൽ പ്രൈസ് കിട്ടിയ ആൾക്കാരായിരുന്നു 185 ആണ്. 180. കാരണം പല വർഷങ്ങളും നമുക്കറിയാം, ഈ വർഷം 3ആൾക്കാർ കിട്ടിയിരിക്കുന്നത്, കഴിഞ്ഞ വർഷം 2. അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ്. ചില വർഷം ഒറ്റ കിട്ടുന്ന ആൾക്കാരുണ്ട്, ചില വർഷം 2ആൾക്ക് ഷെയർ ചെയ്യും, ചില വർഷം 3ആൾക്ക് ഷെയർ ചെയ്യും, എല്ലാവർക്കും ഷെയർ ചെയ്യില്ല. അപ്പോൾ ഈ 112 yearsൽ 185 നോബൽ ലോറേറ്റ്സ് ഉണ്ട് കെമിസ്ട്രി. 185. അതിൽ സ്ത്രീകളുടെ എണ്ണത്തിലാണ്, നിങ്ങൾക്കറിയാമോ? ചിലപ്പോൾ നിങ്ങളിതൊക്കെ പഠിച്ച് വായിച്ചിട്ടൊക്കെ ഉണ്ടാവും. വെറും 7 മാത്രമാണ്. 7 out of 185. ജസ്റ്റ്
7 ladies are there among the Nobel laureates in chemistry. അത് മനസ്സിലാക്കി. അപ്പോൾ അവിടെ എന്തോ വ്യത്യാസം പിന്നെയും കണ്ടു. അവിടെ എത്തുമ്പോഴേക്ക് പെണ്ണുങ്ങളെ കാണാനില്ല, വളരെ കുറഞ്ഞു. അത് താഴെ ഏറ്റവും താഴത്തെ ക്ലാസ്സിലെല്ലാം ഒരു മീഡിയം, അതായത് ഡിഗ്രി PG ലെവലിൽ സ്ത്രീകളാണ് കൂടുതൽ. ഇത് നമ്മുടെ നാട്ടിലെ കാര്യം, മറ്റേത് വേൾഡ് വൈഡ് കാര്യമാണ്. എന്നാലും ഞാൻ പറയാനേ ഉള്ളൂ, മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിൽ തന്നെ ആയാലും സ്ത്രീകൾ ചില സമയത്ത് അവിടെ എത്തുമ്പോഴേ ലേശം പുറകോട്ടായി പോകുന്നത്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്ന കാര്യം. നമ്മൾ അശ്വിൻ രാമകുട്ടിയുടെ ക്ലാസ്സിലെ ഓനെ തെറ്റിദ്ധരിക്കേണ്ട, കുറച്ചുകൂടി ഒന്ന് ഉഷാറാണ്. കാരണം നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ പഠിത്തത്തിന് പ്രധാന ഉദ്ദേശം എന്താണ്? ഓഫ്കോഴ്സ് നമ്മളെ വിദ്യാഭ്യാസത്തിൻ്റെ ആത്മസംസ്കരണമാണ്, സാമൂഹ്യ ഉന്നതിയാണെന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വശമാണ് ഒരു ജോലി നേടുന്നത്. യാതൊരു സംശയമില്ല. നമ്മളിപ്പോൾ ഉദ്ദേശം മനസ്സിൽ ഒരു ജോലി ചെറുതായാലും വലുതായാലും അത് വളരെ പ്രധാനമാണ്. ജോലി കിട്ടാതെ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് യാതൊരു നഷ്ടം, ഒരുപാട് ലാഭം കിട്ടുന്ന വേറെ കാര്യമാണ് കേട്ടോ. ജോലി കിട്ടിയില്ല എന്നുള്ളത് ഞാൻ പഠിച്ചൊക്കെ വെറുതെ ഇപ്പം ആരും ചിന്തിക്കരുത്. നമ്മൾ പഠിച്ചതിൻ്റെ ഗുണം കൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും, യാതൊരു സംശയമില്ല. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ എങ്ങനെയെങ്കിലും പരമാവധി കൊള്ളാവുന്ന ഒരു ജോലി സംഘടിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരെയും ലക്ഷ്യമായിരിക്കണം. അതിന് പെൺകുട്ടികളൊട്ടും പുറകോട്ട് പോകാൻ പാടില്ല. മനസ്സിലുണ്ടോ പറയുന്നത് നിങ്ങൾക്ക്? പലപ്പോഴും കാണാം, നമ്മൾ പഠിച്ചു വരുമ്പോൾ ഡിഗ്രി എത്തുമ്പോൾ അല്ലെങ്കിൽ PG എത്തുമ്പോൾ ഉടനെ കല്യാണം കഴിച്ച് പോയി പഠിത്തം പകുതിപ്പിച്ച് നിൽക്കുക. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ പോലും നമ്മൾ പലപ്പോഴും നമുക്ക് സങ്കടം വരാറുണ്ട്. കല്യാണം കഴിഞ്ഞ് പഠിത്തം നിർത്തിക്കണം. ഞാൻ കഴിക്കേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വലിയ വിവാദം ഉണ്ടാവും. പഠിക്കുന്ന കാലത്ത് കല്യാണം ഒഴിവാക്കുന്നത് നല്ലതാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞുകൊണ്ടൊക്കെ പഠിച്ചുള്ളത് എല്ലാം ഒന്നിച്ചുണ്ടാകാൻ ശ്രമിക്കും. നിങ്ങളുടെ സീനിയർ വെച്ച് തന്നെയല്ല മക്കളുള്ള ആൾക്കാർ പഠിക്കുന്ന ആളുകൾ ഒന്നാമതായിട്ട് പഠിക്കുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ, അല്ലെങ്കിൽ കുറച്ച് ഞാൻ പറയും. നിങ്ങളുടെ സീനിയർ ബാച്ചിൽ PG ക്ലാസ്സിൽ കുട്ടികളുണ്ടായതിനു ശേഷം കുട്ടികളെയൊക്കെ പോറ്റിക്കൊണ്ട് പഠിച്ച് നല്ല ഒന്നാമത്തെ ലെവലിലേക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട്. നന്നായിട്ട് പഠിക്കുന്നത്, ഏറ്റവും കൂടുതൽ നന്നായിട്ട് ആ ക്ലാസ് തന്നെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അത് രണ്ടും ഒന്നിച്ച് കൊണ്ടുവരാനൊക്കെ പറ്റും. അല്ല നമ്മൾ നിർത്തിക്കളയാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും എനിക്കെന്തിനാ ജോലി, എനിക്കെന്തിനാ വരുമാനം, എൻ്റെ ഫാദർ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെ എൻ്റെ ഹസ്ബൻഡ് ഇല്ല നല്ല ഒന്നാന്തരം ജോലിയുണ്ട്, ലക്ഷക്കണക്കിന് വരുമാനമുണ്ട്. പിന്നെ അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. നമ്മുടേതായ ഒരു എക്സിസ്റ്റൻസ് വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം, മറ്റുള്ള വരുമാനം, നമ്മുടെ കുടുംബത്തിലുള്ള വരുമാനം, നമ്മുടെ ഹസ്ബൻഡിൻ്റെ വരുമാനം, നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ വരുമാനം ഒക്കെ ഗംഭീരമായിട്ടുണ്ടാവും. പക്ഷെ അതിലൊന്നും നമ്മൾ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് മതി എന്ന് നമ്മൾ ചിന്തിക്കും. നമുക്ക് നമ്മുടേതായ സ്വന്തമായി നമ്മൾ നേരത്തെ സ്വന്തം കാര്യങ്ങളിൽ നിൽക്കും. അത് വളരെ പ്രധാനപ്പെട്ടാണ്. ആദ്യകാലത്ത് നമുക്ക് മനസ്സിലാവില്ല പലപ്പോഴും. മാത്രമല്ല ജീവിതം മഹാ ബോറുമായിരിക്കും. പലപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല, ഇപ്പോൾ തോന്നുന്നില്ല. കുറേ കഴിയുമ്പോൾ ഒരു ഫാമിലിയായി, കല്യാണം കഴിച്ച് 2-3 കുട്ടികളൊക്കെ ആയി, ഹസ്ബൻഡിൻ്റെ ചോറും കറിയും വെച്ച് കൊടുത്തന്നെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നല്ലതാണ്. പക്ഷെ അന്നേരം നമുക്ക് ഭയങ്കര നിരാശ മതി. ഞാൻ ഇത്രയും പഠിച്ചു, MSc പഠിച്ചു, അല്ലെങ്കിൽ PhD എടുത്തു, അല്ലെങ്കിൽ BEd കഴിഞ്ഞു, MD കഴിഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ജോലി നേടിയില്ല, എന്തിനെങ്ങനെ ജീവിക്കുന്നതിനൊക്കെ തോന്നിപ്പോൾ പലരും പിന്നെ എൻ്റെ പഴയ സ്റ്റുഡൻസൊക്കെ പലപ്പോഴും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ അങ്ങനത്തെ ഒരു നിരാശയിലേക്ക് നമ്മൾ പോകാതിരിക്കണമെങ്കിൽ ഒരു ജോലി നേടുക എന്നുള്ളത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിക്കുക, വിദ്യാഭ്യാസം നേടുന്നത് ജോലി നേടുക മാത്രമല്ല, യാതൊരു സംശയമില്ല. പക്ഷേ വളരെ ക്ലിയർ ആയിട്ട് നമ്മളതും കൂടി ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ സിലബസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സിലബസിൽ നമുക്ക് 4 പേപ്പേഴ്സ് ഉണ്ട്. ഒരു തിയററ്റിക്കലും, എല്ലാത്തരം പേപ്പറിൻ്റെ പേരൊക്കെ വളരെ വിചിത്രമായിരിക്കുമെങ്കിലും അതിൻ്റെ ഹെഡിങ് ചാപ്റ്റേഴ്സ് തെർമോഡൈനാമിക്സ് ആൻഡ് കൈനറ്റിക്സ് എന്നൊക്കെ വരും. അത് ഫിസിക്കൽ കെമിസ്ട്രിയാണ്. നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രിൻ്റെ ഓർഗാനിക് കെമിസ്ട്രി പേപ്പറുണ്ട്, ഇനോർഗാനിക് കെമിസ്ട്രി പേപ്പറുണ്ട്. പിന്നെ തിയററ്റിക്കൽ കെമിസ്ട്രി, ക്വാണ്ടം മെക്കാനിക്സും അതൊക്കെ വരുന്ന വേറൊരു പേപ്പറുണ്ട്. ഈ 4 പേപ്പർ കൂടാതെ നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാനുണ്ട്. അത് പക്ഷേങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും കമ്പൈൻ ചെയ്തിട്ടാണ് പ്രാക്ടിക്കൽ വരുന്നത്. സെക്കൻഡ് സെമ്മിൻ്റെ അവസാനം ആയിരിക്കും പ്രാക്ടിക്കൽ ഉണ്ടാവുക. പക്ഷേ ഫസ്റ്റ് സെമ്മ് പോലെ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ തീരും. ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കറിയാം, ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു പ്രാക്ടിക്കൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ സീനിയർ വയസ്സിൽ കുട്ടികളൊന്നും ചെയ്യുന്നില്ല, ആരും ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നമുക്കതിൻ്റെ എന്താ ശരിയായി വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന പ്രശ്നമൊന്നുമില്ല. ഇപ്പം നമ്മൾ ശ്രദ്ധ മുഴുവൻ തിയറിയിലായിരിക്കണം. അതുകൊണ്ട് തന്നെ തിയറി നിങ്ങൾക്ക് കുറച്ച് ഭാരമായിട്ട് തോന്നും. കാരണം പ്രാക്ടിക്കൽ എവിടെയും കൂടി മിക്കവാറും തിയറി എടുക്കുക. അപ്പോൾ തിയറി കൂടുതലുണ്ടാകും. കാരണം ആ തിയറി എങ്ങനെയെങ്കിലും തീർത്തിട്ട് വേണം നമുക്ക് പ്രാക്ടിക്കലിലേക്ക് തിരിയാൻ എന്നുള്ള ചിന്തമാണ്. യൂണിവേഴ്സിറ്റിക്കാർ പരീക്ഷയ്ക്ക് സമയത്ത് കൃത്യമായി നടത്തുന്നുണ്ട്. ഇവിടെ പഠിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ടോ എന്നൊന്നും ആലോചിക്കുന്നില്ല. പരീക്ഷകളൊക്കെ വരുന്നുണ്ട്. അത് തിയറി ആയാലും പ്രാക്ടിക്കലായാലും ചിലപ്പോൾ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. പ്രാക്ടിക്കൽ ജയിക്കാൻ കോളേജിൽ ഇത്രയും കാലമായിട്ട് ഈ ജൂണിൽ തുറന്നതിന് ശേഷം ഇതുവരെ ഒരു കോളേജിൽ പ്രാക്ടിക്കൽ ചെയ്യിച്ചിട്ടില്ല. വളരെ മോശമാണ്. എന്നാലും ഒരു സമയം പ്രാക്ടിക്കൽ എക്സാം ഒക്കെ പറഞ്ഞേക്കും. പക്ഷേ സാരമില്ല, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വേദാറമൊന്നും വേണ്ട. എല്ലാ കോളേജിലും സ്ഥിതി തന്നെയാണ്. അതിനനുസരിച്ചുള്ള ഡയറക്ഷനൊക്കെ പ്രാക്ടിക്കൽ എക്സാമിനേഷനൊക്കെ വരും. അതുകൊണ്ട് അതൊക്കെ കടന്നു
പോകും. പ്രാക്ടിക്കൽ നമ്മൾ അധികം ബോധനയാണ്. തിയറി നമുക്ക് പ്രധാനമാണ്. തിയറി നമ്മൾ എഴുതിയാലേ പാസ്സാവും. യാതൊരു സംശയം മറ്റേ എഴുതാണ്ട് പാസ്സാവുന്നല്ല പറയുന്നത്. അങ്ങനെ ധരിക്കരുത്. തിയറി പരീക്ഷ നമ്മൾ കൃത്യമായി അപ്പം തിയറിക്ക് വേണ്ടിയാണ് നമ്മളിപ്പം കാര്യമായിട്ട് നോക്കേണ്ടത്. തിയറി നമ്മൾ കൃത്യമായിട്ട് കുറച്ച് കൂടുതലായിട്ട് പഠിച്ച് വേഗം തീർത്തു കഴിഞ്ഞാൽ നല്ല കാലം വരികയാണെങ്കിൽ ഏപ്രിൽ മാർച്ച് ഏപ്രിലൊക്കെ അല്ലെങ്കിൽ ഫെബ്രുവരിയോ മാർച്ചൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ക്ലിയർ നമുക്ക് പിന്നെ പ്രാക്ടിക്കൽ തീർച്ചയായും ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമ്മൾ തിയറീൻ്റെ ഭാരം നമുക്ക് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് തിയറി വേഗം പഠിച്ച് തീർക്കും. മാത്രമല്ല പഠിച്ച് തീർക്കുകയും വേണം. വെറുതെ ക്ലാസ് എടുത്ത് തീർക്കും, അത് പ്രശ്നമൊന്നുമില്ല. ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടെ പഠിക്കുകയും വേണം. അതൊക്കെ അവിടെ വെച്ച് ശരി എക്സാമിനേഷൻ വരുമ്പോൾ പഠിക്കാം. സമയം ഇഷ്ടംമാരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് അടുത്തായിരിക്കും പ്രാക്ടിക്കൽ തീർച്ചയായും ചെയ്യാം. അപ്പോഴെന്തുണ്ടാവും? അപ്പോൾ തിയറി നോക്കാൻ സമയം ഉണ്ടാകും. ഒരു ദിവസം രാവിലെ പോയി പ്രാക്ടിക്കൽ രാവിലെ 8 മണിക്ക് പ്രാക്ടിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് വായിക്കാനൊന്നും പറ്റില്ല. പലപ്പോഴും അതിൻ്റെ ക്ഷീണം ഭയങ്കര നമുക്കറിയാം. അപ്പോഴേ അന്നേരം ആ സമയത്ത് നമ്മൾ ആകെ കൺഫ്യൂഷനാണ്. തിയറി പഠിക്കാൻ ഇഷ്ടം പറയുന്നത് പ്രാക്ടിക്കൽ ചെയ്താണ്ട് റെക്കോർഡ് ചെയ്താണ്ട് ആകെ കൺഫ്യൂഷൻ ആവും. കാരണം എപ്പോഴൊക്കെയാണ് ഇതിൽ അവസരം കിട്ടുക നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കഴിയുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ക്ലാസ്സുകളൊക്കെ കണ്ട് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പഠിക്കുന്ന കാലത്ത് തന്നെ നമ്മൾ JRF നെറ്റ് എന്നുള്ള പരിപാടിയൊക്കെ ഇപ്പോഴേ നമ്മുടെ മനസ്സിൽ കാണാം. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും. നമ്മളിപ്പോൾ പഠിക്കുന്നത് യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് എഴുതി മാർക്ക് വാങ്ങാൻ മാത്രമല്ല, അതിന് ശേഷം വരുന്ന എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനോ അതിനൊക്കെ കൂടി ചേർന്നുള്ള പഠിത്തമാണ്. വല്ല PSC എക്സാമിനേഷനോ PSC എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം. ഇപ്പോൾ കോളേജ് ദേവൻ്റെ ജോലി തന്നെ ചെറിയ ജോലി മിക്കവാറും എല്ലാ ജോലികൾക്കും ജനറൽ നോളജ് വളരെ പ്രധാനമാണ്. ജനറൽ നോളജ് ക്ലാസ്സിൽ പറയുമ്പോൾ നമ്മളിപ്പോൾ നിങ്ങളെ കാണാത്തതുകൊണ്ടാണ് ക്ലാസ് പറയുമ്പോൾ പലർക്കും ചിരി വരും. കാരണം എന്താണ്, ജനറൽ നോളജ് വളരെ പോരാണ് പല ആൾക്കാർ, യാതൊരു സംശയമില്ല. ജനറൽ നോളജ് നമുക്ക് ഒരു ദിവസം സുപ്രഭാതത്തിൽ ഒരു വലിയ GK ടെക്സ്റ്റ് ബുക്ക് പരീക്ഷയ്ക്ക് PSC കോച്ചിങ്ങിനൊക്കെ വലിയൊരു ബുക്ക് എടുത്ത് വായിച്ച് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രത്തോളം ഇഫക്റ്റീവ് ആവുകയില്ല. നേരെ മറിച്ച് നമ്മൾ പഠിക്കുന്ന പോലെ ജനറൽ നോളജ് നമ്മൾ പതുക്കെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ, അങ്ങനെ പതുക്കെ മേക്കപ്പ് ചെയ്യാം. ഏറ്റവും നല്ല മെത്തേഡ് റീഡിംഗ് ആണ്. നമ്മൾ ന്യൂസ് പേപ്പർ നിങ്ങൾ ഇപ്പോൾ മൊബൈലോ മറ്റൊരു ഡയറക്റ്റ് ആയാലും ശരി വായിക്കുക എന്നുള്ളത് നമ്മളെ ജനറൽ നോളജ് ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ്. ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുക. ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നമ്മൾ ആവശ്യമായ പോയിന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്തെന്ന് വെച്ചാൽ മനസ്സിന് നോട്ട് ചെയ്യുക. നിങ്ങൾ എഴുതിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ന്യൂസ് വായിക്കുമ്പോഴേക്കും പല പോയിന്റുകൾ നമുക്ക് കിട്ടും. നമ്മൾ പലപ്പോഴും അത് ഓവർലുക്ക് ചെയ്തങ്ങ് പോവുകയുള്ളൂ. നമുക്ക് താല്പര്യമുള്ള വിഷയം വായിക്കും. ഒരു ആക്സിഡൻറ്റ് നടന്നാലോ കാര്യമായിട്ട് വായിക്കും. അതിൻ്റെ പോലെ നിങ്ങൾക്ക് പല കേസുകളും വായിക്കും. മറ്റു പല കേസുകളും നമ്മൾ നോക്കുക പോലുമില്ല. പക്ഷെ പലപ്പോഴും അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ അറിയാണ്ട് നമ്മുടെ മനസ്സിലേക്ക് മതി. മനസ്സിലായോ? ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ മാത്രമാണ്, എല്ലാ ന്യൂസ് ഒന്നുമില്ല. നൈജീരിയയിൽ ബസ് അപകടം, 28 പേർ മരിച്ചു. നൈജീരിയയിൽ ഇന്ന സ്ഥലത്ത് കുളത്തിലേക്ക് ബസ് മറിഞ്ഞു 28 പേർ മരിച്ചു. ന്യൂസ് നമ്മൾ കാണുന്നത്. ശേഷം വായിക്കുമ്പോൾ നൈജീരിയ ഹരാരെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരാരെ എന്ന് പറഞ്ഞാൽ നൈജീരിയയുടെ സിംബാബ്വേയുടെ തലസ്ഥാനമാണ് ഹരാരെ. സിംബാബ്വെ എഴുതിയിട്ട് ഹരാരയിൽ തലസ്ഥാന നഗരമായ ഹരാരയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെയുള്ള ഡാഷ് എന്ന ആ സ്ഥലത്തിൻ്റെ പേര് നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. തലസ്ഥാന നഗരമായ ഹരാരെ. ഇപ്പോൾ സിംബാബ്വേയുടെ തലസ്ഥാനം ഹരാരെയാണെന്ന് നമ്മൾ ഈ സിംബാബ്വെ, ഹരാരെ, ഇന്ത്യ, ന്യൂഡൽഹി, ശ്രീലങ്ക, കൊളംബോ ഇങ്ങനെ പഠിക്കുന്നതിന് പകരം ഈ വായിച്ച് പിന്നെ വേറെ വശം വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്കും. വീണ്ടും കാണും പല സ്ഥലത്ത് തന്നെ പല രാജ്യങ്ങളിൽ തലസ്ഥാന എക്സാം. അതുപോലെ അവിടുത്തെ എന്താണ് കറൻസി, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ മാച്ചിങ് ആയിട്ട് ബുക്കിൽ വലിയ ബുക്കാണ്. എല്ലാ രാജ്യങ്ങളെയും കറൻസി, ഇന്ത്യയുടെ റുപ്പി, പാകിസ്ഥാൻ്റെ റുപ്പയ, മറ്റേ അമേരിക്കൻ ഡോളർ, ഓസ്ട്രേലിയൻ ഡോളർ, മറ്റേ ഫ്രാങ്ക്, യൂറോ എന്നൊക്കെ പറഞ്ഞിട്ട് കാണും. ഇത് നമ്മളിങ്ങനെ പെയർ ചെയ്ത് A സെക്ഷൻ B സെക്ഷനും പെയർ ചെയ്ത് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ ചെറുതരാ വായിക്കുമ്പോൾ പല വായനക്കാരും അറിയാണ്ട് നമ്മുടെ മനസ്സിലൊക്കെ പതിയും. യൂറോ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഡോളർ എന്ന് പറഞ്ഞാൽ എവിടേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസി അല്ല, ഒരു പാകിസ്ഥാനിലെ കറൻസി എന്താണ്, അല്ലെങ്കിൽ ചൈനയിലെ കറൻസി എന്താണ്, ജപ്പാനിൽ എന്താണ്, ഇറ്റലിയിൽ എന്താണെന്നൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ പതിയും. ഇങ്ങനെ പതിയണമെങ്കിൽ എന്ത് വേണം? നമുക്ക് റെഗുലറായിട്ടുള്ള റീഡിങ് വേണം. ഇതിനൊക്കെ ഇടയിൽ സമയം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. സമയമൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ വെറുതെ ചിന്തിക്കുന്ന ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്മുടെ വായനയിട്ട് നമ്മൾ മൊബൈൽ നോക്കുന്നതിൻ്റെ ഡയറക്ഷൻ ഒന്ന് മാറ്റിയാൽ മതി. കുറച്ചൊക്കെ ഫുള്ള് മാറ്റുന്നുണ്ട്. കുറച്ചൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ജനറൽ നോളജ് അക്വയർ എന്നുള്ളത് വളരെ പ്രധാനം. ജനറൽ നോളജിൻ്റെ കറണ്ട് അഫയേഴ്സ്, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, പുതിയ ലോകത്ത് നടക്കുന്നത്, ഇന്ത്യയിൽ കേരളത്തിൽ നടക്കുന്നത്, എന്തൊക്കെ നടക്കുന്നത്, ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ഒരു ചെറിയ അല്ല ഒരു വലിയ ഐഡിയ ഉണ്ടായാൽ GKയുടെ കാര്യത്തിലും കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ ആർക്കും കാഴ്ച വെക്കാൻ പറ്റില്ല. പക്ഷെ എന്ത് വേണം?
ആ ചിന്താഗതി നമ്മളെ മനസ്സിൽ വേണം. യു ഹാവ് ടു ഹാവ് എ റെഗുലർ റീഡിങ്. ന്യൂസ് കാണുന്നതായാലും ന്യൂസ് കാണുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ കണ്ടിരിക്കും. എന്തെങ്കിലും താല്പര്യമുള്ള അപകടമോ അല്ലെങ്കിൽ മറ്റോ അവസ്ഥ അങ്ങനത്തെ എന്താണ് ന്യൂസ് വാല്യൂ ഉള്ള സാധനങ്ങൾ നിങ്ങൾ നോക്കും. ബാക്കി പലപ്പോഴും നമ്മൾ ചുമ്മാതെ ഇങ്ങനെ സ്ട്രക്ക് ചെയ്ത് പോവുകയും അങ്ങനെ വരാൻ പാടില്ല. പറയാൻ മെച്ച കുറവാണ്, ക്ലാസ്സൊക്കെ മെച്ച വന്നോളും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോഴേ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കുറച്ചൊക്കെ. ഇപ്പോൾ വെറുതെ കുറേ കെമിസ്ട്രി ബുക്ക് മാത്രം വായിക്കുക, എന്നാൽ മറ്റു ബുക്കുകൾ വായിക്കുക, നല്ല നല്ല സൃഷ്ടികൾ വായിക്കുക. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ബുക്ക് എടുക്കുന്നത്, ഒരു പുതിയ ബുക്ക് ഇപ്പം എന്താ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേ നോബൽ പ്രൈസ് കിട്ടിയ ഇന്നയാളെ ബുക്കിനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ബുക്കൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ ലൈബ്രറിയൊക്കെ കാണും. നിങ്ങളിതൊന്നും പൈസ കൊടുത്ത് വേണ്ട യാതൊരു ആവശ്യമില്ല. എനിക്ക് ലൈബ്രറിയൊക്കെ വെച്ചിരിക്കുന്നത്. നമ്മുടെ കോളേജിലെ കുട്ടികൾക്ക് ലൈബ്രറി ജനറൽ റീഡിങ് നടത്തുന്ന കുട്ടികൾ വളരെ അപൂർവമാണ്. ബുക്ക് എടുക്കുന്ന ആൾക്കാർ, കൂടുതൽ ആൾക്കാർ എന്തൊക്കെ അത്യാവശ്യം ബുക്ക് എടുക്കുക, ടെക്സ്റ്റ് ബുക്ക്. അതും ഇപ്പോൾ കുറഞ്ഞിരിക്കണം. ഡിഗ്രി ക്ലാസ്സിലൊക്കെ ഞാൻ അന്ന് പറഞ്ഞ പോലെ ആ മഞ്ജുഷേൻ്റെ ബുക്കും വായിച്ച് നമ്മൾ അടങ്ങിയിരിക്കുകയാണ്. അതൊന്നും പോരാ. അതിനേക്കാളൊക്കെ കൂടുതൽ, കുറച്ചെങ്കിലും കൂടുതൽ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ ആശ്രയിക്കണം. ടെക്സ്റ്റ് ബുക്കുകൾ ലൈബ്രറിയിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. കാരണം പല ബുക്കുകൾ ആരും തൊട്ടിട്ട് പോലും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അതൊക്കെ എടുത്ത് നമ്മൾ വളർത്തി വെക്കുക. അതുപോലെ ഒരു വലിയ തടിയ ബുക്ക് അവർ ചിലവിടെ ബുക്കിൻ്റെ സൈസ് കണ്ടാൽ പേടിച്ചിട്ട് ഇപ്പോഴവിടെ വെച്ചേക്കും. ആ സൈസുള്ള ബുക്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട്, ബാക്കി വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതോടൊന്നും കുഴപ്പമില്ല. അത് ചുമ്മാ മറച്ച് നോക്കുമ്പോഴേ നമ്മൾക്ക് താല്പര്യമുള്ളൊരു വിഷയം, ഇപ്പോൾ തെർമോഡൈനാമിക്സ് ആണോ, അല്ലെങ്കിൽ എന്താണ് സ്റ്റാറ്റിക്കൽ മെക്കാനിക്സ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലാണോ, അല്ലെങ്കിൽ കോർഡിനേഷൻ കെമിസ്ട്രി ആണോ, അല്ലെങ്കിൽ ബയോ ഓർഗാനിക് കെമിസ്ട്രി ആണോ, എന്തെങ്കിലും ആവട്ടെ, അതിൻ്റെ ഒരു ചാപ്റ്ററിൽ കാണുകയാണെങ്കിൽ നമ്മുടെ സിലബസിലുള്ളതാണെങ്കിൽ ചിലപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ സിലബസിലുള്ള പോയിന്റ്സ് ഒക്കെ നമുക്ക് സിലബസിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ആ ബുക്ക് അതൊക്കെ ഇതിൽ കൃത്യമായിട്ടുണ്ടല്ലോ എന്ന് കണ്ടാൽ ആ ബുക്കിൽ നിന്ന് ആ ഭാഗമെങ്കിൽ ആ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. ഒരു കാരണവശാലും നമ്മൾ ഒരു ബുക്ക് വലിപ്പം കണ്ടിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഇത് കണ്ടിട്ടോ വില കണ്ടിട്ടോ ഒന്നും പേടിക്കരുത്. അതൊന്ന് തുറന്നു നോക്കുക, എന്തൊക്കെ അതിലുണ്ട്. അതിൽ നമുക്ക് വേണ്ടത് നമ്മുടെ സിലബസ് പറഞ്ഞ കാര്യങ്ങളുണ്ടോ. സിലബസ് പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ കാണും, പക്ഷേ എന്താണ് അത് നമുക്ക് വേണ്ട രീതിയിലായിരിക്കില്ല, വായിച്ചാൽ മനസ്സിലാവില്ല, കുറച്ച് അഡ്വാൻസ്ഡ് ആയിരിക്കും. കാരണം കുറേ നല്ല ബേസിക് നോളജിൻ്റെ മാത്രമേ വായിച്ചാൽ അങ്ങനത്തെ ടെസ്റ്റുകളുണ്ട്. അതൊന്ന് പോകാതെ ചിലർ അടിസ്ഥാനപരമായി തുടങ്ങിയിട്ടുണ്ടോ, വളരെ താഴെ തുടങ്ങിയിട്ടുണ്ടോ, കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ബുക്കിൽ ആ ചാപ്റ്റർ നമുക്ക് ഉപയോഗപ്പെടുത്താം. നിങ്ങൾ കൈനറ്റിക്സ് ഒരു ഫിസിക്കൽ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിൽ കൈനറ്റിക്സ് വളരെ ഭംഗിയിൽ കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ അതിന് തെർമോഡൈനാമിക്സ് ചിലപ്പോൾ അത്ര റെഡി ആയിരിക്കില്ല. ഇതിനൊക്കെ സ്വന്തം ബുക്കുകൾ പോലെ ഉണ്ടല്ലോ. കൈനറ്റിക്സിനായ ബുക്കുണ്ട്, നിങ്ങൾക്കറിയാം. തെർമോഡൈനാമിക്സിനായ ബുക്കുണ്ട്, ഇലക്ട്രോ കെമിസ്ട്രിക്കായ ബുക്കുണ്ട്, ന്യൂക്ലിയർ കെമിസ്ട്രിക്കായ ബുക്കുണ്ട്. ആ ബുക്കുകളിലൊക്കെ പോവാം. ആ ബുക്കുകളും ഇത്ര എനിക്ക് എന്താണ് 9 മണിക്കൂറിൻ്റെ യൂണിറ്റാണ്, 9 മണിക്കൂറിൻ്റെ യൂണിറ്റിലാണ് നമ്മൾ പഠിക്കേണ്ടത് ന്യൂക്ലിയർ കെമിസ്ട്രി. അതിന് ഇത്ര വലിയ ബുക്ക് വായിക്കണ്ട എന്ന് ചിന്തിക്കുക. അതിന് നമുക്ക് വേണ്ട ഭാഗങ്ങൾ, ചില ഭാഗങ്ങൾ വളരെ കൃത്യമായി മനോഹരമായി പറഞ്ഞിട്ടുണ്ടാവും. ചില മെത്തേഡുകൾ അതിന് മാത്രമേ വൃത്തിയിൽ പറഞ്ഞിട്ടുണ്ടോ, അത് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ വലിയൊരു വിജയമാണ്. അത് നമ്മൾ വേണ്ടത് അത്യാവശ്യം ഫ്രീ ടൈം കിട്ടും. ഇപ്പോഴല്ല, ഫ്രീ ടൈം കിട്ടുമ്പോൾ ലൈബ്രറിയിലൊക്കെ പോയിട്ട് വെറുതെ കെമിസ്ട്രീൻ്റെ സെക്ഷനിൽ പോയി ആ ബുക്കുകളൊക്കെ ഒന്ന് എടുത്ത് ചുമ്മാ മറച്ചു വെക്കും, അല്ലെങ്കിൽ കുറച്ച് അവിടെ ഇരുന്നിട്ട് വായിച്ചു വെക്കും, മറച്ച് കാര്യങ്ങൾ. അപ്പം ചില ഭാഗങ്ങൾ കണ്ടാൽ നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ട് വളരെ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ ക്ലാസ്സിലുള്ള മറ്റുള്ളവരുടെ ഷെയറുടെ ഇന്നേ ബുക്കിൽ ഇന്നേ കാര്യം ഭംഗിയിലുണ്ട്, അപ്പോൾ മറ്റുള്ളവർക്ക് പോയി നോക്കി ആരുടെ എടുത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താം. അതെടുത്തുണ്ടാകുന്ന അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. കാരണം ഈ ബുക്ക് എപ്പോഴും അവിടെ കാണുന്നില്ല, വേറെ ആരും എടുത്തിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഫോട്ടോ സെറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഇപ്പം ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്താൽ പിന്നെ വായിക്കാനൊക്കെ ലേശം പറയാൻ കുഴപ്പമൊന്നുമില്ല. എന്നാലും എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിലേക്ക് അത് വരുത്തുക. അല്ലെങ്കിൽ നോട്ട് ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് ചില ഭാഗത്ത് നോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതെടുത്ത് കൂട്ടിക്കൊണ്ടേ 2 ദിവസം നോട്ട് ഉണ്ടാക്കി ബുക്ക് തിരിച്ചാൽ കൊടുത്തേക്കോ. അങ്ങനെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ട് വെക്കുക. അവസാന നിമിഷത്തേക്ക് ടെക്സ്റ്റ് ബുക്കൊന്നും പലപ്പോഴും കണ്ടില്ല എന്നിരിക്കും. സമർത്ഥന്മാരോ സമർത്ഥകളോ ചിലപ്പോൾ നേർച്ച എടുത്തു കൊണ്ടുപോയിരിക്കും, നമുക്ക് കിട്ടിയില്ലാന്നിരിക്കും. അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് വായിക്കണം, അവർക്ക് സമയം ഉണ്ടാവില്ല. ഒരു 1-2 കോപ്പി ഉണ്ടെങ്കിൽ 10-20 ഷെയർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ കൈവശപ്പെടുത്തി വെക്കുക എന്നുള്ളത് കൂടുതൽ. അതായത് നമുക്ക് വേണ്ട ഭാഗങ്ങളെ കൃത്യമായി വെക്കും. എങ്ങനെയെങ്കിലും ഡിജിറ്റൽ രൂപത്തിലോ അല്ല മറ്റെന്താണ് ഹാർഡ്വെയറോ സോഫ്റ്റ്വെയറോ എങ്ങനെയായാലും ശരി, ഹാർഡ് കോപ്പിയോ സോഫ്റ്റ് കോപ്പിയോ എന്തായാലും ശരി, അതിലേക്ക് നമ്മൾ കൈവശപ്പെടുത്തി വെക്കും. അങ്ങനെ മെറ്റീരിയൽ എല്ലാം നമ്മുടെ കയ്യിലായാൽ, അപ്പോൾ ഒരു പേപ്പർ നമുക്ക് 6 യൂണിറ്റ് ഉണ്ടാവും. ഈ 6 യൂണിറ്റുകളിൽ ഓരോ എന്താ യൂണിറ്റാണ് അതിന് എൻ്റെ അടുത്ത മെറ്റീരിയൽ ഉണ്ട്. ഇത് എന്നതായിരുന്നു, ഇത് എന്താണ് സ്റ്റീരിയോ കെമിസ്ട്രി, ഇതിൻ്റെ മെറ്റീരിയൽ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഒരു 6 യൂണിറ്റിനായിട്ട് നമുക്ക് പകുതി സമാധാനമാവും. ഇതൊക്കെ ബേജാറ് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് അവതാൻ പറ്റുന്നത്. പല കുട്ടികളും പറയുന്നതൊക്കെ പരീക്ഷയ്ക്ക് ബേജാറായി എഴുതാൻ പറ്റിയില്ല, നന്നായി പഠിച്ചിരുന്നു, പ്രാക്ടിക്കൽ നന്നായി മോട്ടിവേഷനെങ്കിൽ ബേജാറുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. സത്യമാണ്, അങ്ങനത്തെ ഒരുപാട് കുട്ടികൾ നമുക്ക് കാണാറുണ്ട്. ആ ബേജാറിൻ്റെ ഒരു കാരണം എന്താണ്, നമ്മൾ പ്രിപ്പയർഡ് അല്ല, തയ്യാറല്ല, ഉള്ളിലൊരു ബോധങ്ങളുണ്ട്. വെൽ പ്രിപ്പയർഡ് ആണെങ്കിൽ ഇതിന് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് നമുക്ക് പരീക്ഷയായാലും പ്രാക്ടിക്കൽ എക്സാം ആയാലും എന്തായാലും തിയറി ആയാലും നമുക്ക് പോവാം.
എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ എനിക്കറിയാം, അതിൻ്റെ തിയറി എനിക്കറിയാം, ഇങ്ങനെ കാര്യങ്ങൾ അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാനുള്ള മെത്തേഡ് എനിക്കറിയാം. ഇത് പഠിക്കാൻ ഒട്ടും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും തെറ്റിപ്പോയുള്ള സാധ്യത വളരെ കുറവാണ്. കാലാകാലമായിട്ട് പ്രാക്ടിക്കലി ചെയ്യുന്നത് നമുക്ക് ഒരുപാട് കാലത്തെ പരിചയം നമുക്കറിയാം. വളരെ അപൂർവം കുട്ടികൾ കാര്യമായിട്ട് ഇതിൽ എക്സ്പെരിമെൻറ്റ് തെറ്റിപ്പോകാറുണ്ട്. മിക്കവാറും എല്ലാവർക്കും ശരിയാണ്. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടുന്നത് വെറുതെ കിട്ടുന്നതല്ല, ചെയ്തിട്ട് തന്നെ കിട്ടുന്നതാണ്. നമ്മുടെ ക്ലാസ്സിൽ കൃത്യമായിട്ടൊക്കെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ തിയറി പോലെ തന്നെ തിയറിയിലേക്കാളും വളരെ സന്തോഷമുള്ള കാര്യമാണ് പ്രാക്ടിക്കൽ. ഒരു പ്രശ്നമില്ല, വളരെ ഹാപ്പി ആയിട്ട് ചെയ്യാം. അങ്ങനെ തിയറി ആയാലും പ്രാക്ടിക്കൽ ആയാലും അത് എൻജോയ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? നമ്മുടെ ശാസ്ത്ര സാഹിത്യ കേരള ശാസ്ത്ര സാഹിത്യ പെരുങ്ങൾ കേട്ടിട്ടുണ്ട്. വർഷത്തിന്റെ മുമ്പ് നമ്മളൊക്കെ ചെറുപ്പകാലത്തുള്ള ഒരു മുദ്രാവാക്യമുണ്ട്, പഠനം പാൽപ്പായസമാക്കുക. പഠനം പാൽപ്പായസമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആസ്വദിച്ച് പഠിക്കുക എന്നുള്ളത്. അല്ലാതെ ഒരു ശല്യം എന്താ വായിച്ചത് മനസ്സിലാവില്ല, ഇങ്ങനെയൊക്കെ ചിന്തിച്ചോ പരീക്ഷയ്ക്ക് പഠിക്കാതിരിക്കാനും പറ്റില്ല, ഇതൊന്നും മനസ്സിലാവുന്നില്ല, ശല്യം, അങ്ങനെ ചിന്തിച്ച് പഠിക്കാനേ പാടില്ല. യു എൻജോയ് ഇറ്റ് so that you can enjoy the study. മനസ്സിലാണോ പറയുന്നത്? വളരെ എൻജോയ് ചെയ്ത് പഠിക്കാം. അതായത് എൻജോയ് ചെയ്ത് പഠിക്കണമെങ്കിൽ എന്താണ്? നമ്മൾ അതിനോട് നമുക്ക് വലിയൊരു ഇഷ്ടം തോന്നും. പാൽപ്പായസാക്കാന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാക്കി മാറ്റുക, എല്ലാവരും വെറുപ്പുള്ളൊരു സാധനമാക്കി മാറ്റാതിരിക്കും. വളരെ കൂളായിട്ട്. ഞാൻ നേരത്തെ പല പ്രാവശ്യത്തിൽ നിങ്ങളോട് ഇന്നലെ വിളിച്ചപ്പോൾ പലരോട് പറഞ്ഞിട്ടുണ്ട്, അത് അന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിനൊന്നും വലിയൊരു ആൾക്കാരുമായിട്ട് എടുക്കരുത്, വളരെ സിമ്പിളായിട്ട് എടുക്കുക. അതേസമയത്ത് ഞാൻ ഗൗരവത്തിലെടുക്കും. ഇത്രയല്ലേ ഉള്ളൂ, മനസ്സിലായില്ലേ? നമ്മൾ വളരെ ഒരു ടൗണിൽ ചെന്നിട്ട് ഒരു വിശക്കുന്ന ചാവടിയാണ്, അന്നേരം വളരെ കൂളായിട്ട് അടുത്ത് കണ്ട കോഫി ഹൗസിലോ അല്ലെങ്കിൽ ഒരു നല്ല ഹോട്ടലോ കയറി അവിടെ ഓർഡർ ചെയ്ത് നല്ല എന്താണ് എനിക്ക് ഇഷ്ടം പൊറോട്ടയും മറ്റേ ചില്ലി ചിക്കനും വരട്ട് അത് വാങ്ങിച്ച് കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട് ഇടണം. നമ്മളെ ഇഷ്ടമുള്ള കാര്യം. നമുക്ക് ഒരു ടെൻഷനും അതിലില്ല, അല്ലേ? ഉണ്ടോ? ഒരു ടെൻഷനും അതിലില്ല. കാശുണ്ടൊക്കെ അതിലൊക്കെ ടെൻഷൻ ഉണ്ടാവും. ഒരു ടെൻഷനില്ല, കാശ് കൊടുത്ത് തിരിച്ചിങ്ങ് പോയി അത് എൻജോയ് ചെയ്യും. അതേപോലെ പഠിക്കാം, ഇന്ന് പഠിക്കണം, പരീക്ഷയ്ക്ക് ആവശ്യമുള്ളത്. എൻ്റെ മനസ്സിൻ്റെ വിശപ്പ് പോലെ നമ്മുടെ പഠിത്തൊരു വിശപ്പ് തന്നെയാണ്, അത് നമുക്ക് പഠിക്കണം. ശരി, എന്താണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി കൂളായിട്ട് ആവുന്ന കാര്യങ്ങളാണ്. അത്രയേ ഉള്ളൂ. ശരിയാണ്. ഇങ്ങനെയൊക്കെ വളരെ ലാഘവത്തിലെടുത്ത് പഠിക്കുക. ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിനെ ഒഴിവാക്കരുത്. മനസ്സിലായില്ലേ? ഒരു കാര്യം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അത് പോട്ടെ, അതാണ് ആ ചാപ്റ്ററാണ് നിൽക്കട്ടെ, ആ ചാപ്റ്ററിൽ ആ സെക്ഷനാണ് നിൽക്കട്ടെ, അയ്യോ അത് ശരി, എന്താണ് ഈ അസിമട്രിക് സിന്തസിസ് എന്ന് പറഞ്ഞാൽ അത് ക്ലിയർ ആവുന്നില്ല, അതാണ് കേട്ടെ. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അത് നമ്മൾ അതിനോട് മല്ലിട്ടിട്ട് അത് നമ്മൾ ക്ലിയറായി മനസ്സിലാക്കാൻ പിന്നെ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ പിന്നെ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം ചിലപ്പോൾ നമ്മൾ പിന്നെ ചിലപ്പോൾ വിട്ടു. നേരെ മറിച്ച് മനസ്സിലാവാത്തൊരു കാര്യം നമ്മൾ വേറെ ആരോടും ചോദിച്ചിട്ട് അല്ലെങ്കിൽ സ്വന്തം ശ്രമിച്ചിട്ട് ബുക്കിൽ വായിച്ചിട്ട് തലങ്ങും വിലങ്ങും വായിച്ച് 2 പ്രാവശ്യം വായിച്ച് മനസ്സിലായില്ല, 3 പ്രാവശ്യം വായിച്ച് 4 പ്രാവശ്യം വായിക്കുമ്പോൾ അറിയാണ്ട് മനസ്സിലായി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം നമ്മൾ ഒരു പ്രാവശ്യം വായിച്ച് മനസ്സിലായത് വീണ്ടും വായിക്കുമ്പോൾ കുറച്ചുകൂടി മിന്നും 3, 4, 5 പ്രാവശ്യം നമ്മളേക്ക് സംഗതി വളരെ ക്ലിയർ ആവും. അതിന് മെനക്കെടാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം? ആരെങ്കിലും പഠിപ്പിച്ച ആൾക്കാരോടോ അല്ലെങ്കിൽ കൂട്ടുകാരോടൊക്കെ ചോദിച്ചത് എന്താണ് ചിലർക്ക് മനസ്സിലായില്ല, അത് ഇങ്ങോട്ട് പറഞ്ഞു ഇത്രയേ ഉള്ളൂ, ഇത് ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലേ സംഗതി പിന്നെ അത്രയേ ഉള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് നമ്മൾ ഇത്രയൊക്കെ ഉണ്ടോ എന്ന് ആലോചിച്ചാൽ അയ്യോ അത്രയൊക്കെ ഉണ്ട് എന്ന് ചിന്തിച്ചു, ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ, ഒരു പ്രശ്നമില്ല. മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊന്നും നമുക്ക് വഴങ്ങാത്ത ഒരു ടോപ്പിക്കും കെമിസ്ട്രിയിലൊന്നും ഇല്ല, നിങ്ങൾ മനസ്സിലാക്കും. എല്ലാം വളരെ സിമ്പിളാണെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ അതുമായിട്ട് അങ്ങോട്ട് മല്ലിട്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ആ സിംപ്ലിസിറ്റി നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ടോപ്പിക്ക് പഠിക്കാനും ആ ടോപ്പിക്ക് പരീക്ഷ എഴുതാനൊക്കെ നമുക്ക് യാതൊരു പ്രയാസമില്ല. വളരെ വളരെ ഭംഗി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ കൈകാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായില്ലേ? ഒരു ഇൻസ്റ്റഗ്രാമിൽ അറിയാം, നമ്മളിപ്പോൾ ഒന്നും അറിയാത്തവരുടെ മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവരാകെ അതെന്താണ് ഒന്നും തിരിയും, എന്നാൽ മനസ്സിലാവുക അതിനെ കുറേ കുത്തും വരാതെ കാണാൻ എന്താ ചിഹ്നം എന്താണ് എന്താണെന്നൊന്നും അറിയാം. നേരെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വളർന്താണ് ഒരു കളിപ്പാട്ടം വരും. അതുകൊണ്ട് എന്തൊക്കെ അഭ്യാസങ്ങൾ കാണിക്കുന്നില്ലേ? അതെന്തുകൊണ്ടാണ് നമ്മൾ അതുമായിട്ട് കൃത്യമായിട്ട് എന്താണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയത്. ഇങ്ങനെയാണ് മറ്റേ ഇത് ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഇതിനെ കൂടി കേൾക്കാം, അതിനെ കൂടി കാണാം, മറ്റത് മറിച്ചത് എന്തെല്ലാം കാര്യങ്ങളായതിൻ്റെ വെരി വെരി സിമ്പിളായിട്ട് നമുക്ക് ഇപ്പോൾ തോന്നുന്നു. എന്തുകൊണ്ടാണ്? ആദ്യം തോന്നിയിട്ടുണ്ടാവില്ല, ഒരു പുതിയ സൈറ്റ് കിട്ടുമ്പോൾ ചിലപ്പോൾ തോന്നില്ല. പക്ഷേ കൈകാര്യം ചെയ്ത് പരിചയപ്പെട്ട് അതിലുള്ള എല്ലാവിധ പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ ആദ്യം കാണുമ്പോൾ ബേജാറാവും, ഒരു കോംപ്ലിക്കേറ്റഡ് നിങ്ങൾ ലാബിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആദ്യമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇതെന്താ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആവില്ല, അല്ലേ? ഒരു ലാബ് പിന്നെ സ്പെക്ട്രോമീറ്ററോ അല്ലെങ്കിൽ സാധനം ചെയ്യും, അല്ലെങ്കിൽ ഒരു കോമഡിയുടെ സ്പെക്ട്രോ എടുത്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ നോക്കിയൊക്കെ എന്താ ചെയ്യണമെന്ന് അറിയില്ല. നേരെ മറിച്ച് ലേബർക്ക് ശരിയായി ചെയ്യുന്ന ആൾക്ക് അതെന്താണ് അതൊരു ചായ പിടിക്കുമ്പോൾ അത്രയും ലാഭമാണ്. അതെടുക്കുന്നു, കോമ്പൗണ്ട് എടുക്കുന്നു, അതിൻ്റെ പ്ലാന്റ് പ്രിപ്പയർ ചെയ്യുന്നു, അതിൻ്റെ വെക്കുന്നു, അതിൻ്റെ മുന്നേ
അതിൻ്റെ ബട്ടണൊക്കെ അമർത്തുന്നു, അതിൻ്റെ റീഡിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എന്താണ് പ്രിൻ്റ് ഔട്ടോ എടുക്കുന്നു, കാര്യങ്ങൾ കഴിയുന്നു. ഒരു പ്രശ്നവും അവർക്ക് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന കാര്യം. വൺസ് യു ഗെറ്റ് അക്വൈൻറ്റഡ് വിത്ത് ദാറ്റ് ക്ലിയർലി, ദെൻ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ പ്രോബ്ലം ഫോർ യു. അത് അതിൻ്റെ വഴിക്ക് വരും പോകും, നമുക്കൊരു പ്രശ്നമില്ല. നമുക്കറിയാം നമുക്ക് ഇങ്ങനെയാണ് കാര്യങ്ങൾ. അതിൽ ലാബ് എക്സ്പീരിയൻ്റ് ആയാലും പഠിക്കുന്ന കാര്യമായാലും എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ആ ലൈനിൽ ചിന്തിക്കുക. ആദ്യം ഇതിനോട് ഒരു സ്നേഹം ഉണ്ടാവും, അത് വളരെ പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആസ്വദിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇത് നമ്മൾ ചെയ്യേണ്ട കഷായം കുടിക്കുന്ന പോലെ ചെയ്യരുത്. കഷായം കുടിക്കുന്ന എന്തിനാണ്? എന്തെങ്കിലും അസുഖത്തിനാണ്. പക്ഷേ അത് ഭയങ്കര വളരെ കഷ്ടപ്പെട്ട് കുടിച്ചില്ലെങ്കിൽ നമ്മൾ അസുഖം മാറില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുടിക്കുന്നത് അല്ലേ? അങ്ങനെ ചിന്തിച്ചിട്ട് പഠിക്കാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാൽപ്പാശം കുടിക്കുന്ന പോലെ ആൾ ചിന്തിച്ചിട്ട് അത്രയും ഞാൻ ഇഷ്ടമുള്ളൊരു സാധനമാണ് എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ലൈനിൽ വേണം നമ്മുടെ ചിന്താഗതി പോകാൻ. ഇതൊക്കെ നിങ്ങളോട് പറയേണ്ടത്, ഇതൊക്കെ നിങ്ങൾ അറിയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഒന്നാമത്തെ ക്ലാസ് തന്നെ സബ്ജക്റ്റ് അടിച്ച് നിങ്ങൾ തലയിൽ കയറുണ്ടാകാൻ എഴുതിയിട്ടാണ്. വളരെ പതുക്കെ വേറെ കാരണമാണ് ഞങ്ങളോട് പറഞ്ഞു. നമ്മളെ ആൾക്കാർ കുറച്ചൊക്കെ അങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അന്നേരം പുതിയതായിട്ട് വരുന്നൊക്കെ ഒരു തുടക്കം തന്നെ കിട്ടാതിരിക്കണ്ട. എന്നിട്ട് പല ക്ലാസ്സുകളും തുടങ്ങിയിട്ടുണ്ടാവും. അധികം നമ്മൾ കാത്തേക്ക് ഒന്നില്ല, നല്ല വില തുടങ്ങും, പതുക്കെ തുടങ്ങും. നിങ്ങൾ നിങ്ങളുടെ ഭാഗം കൃത്യമായി ചെയ്യുക. ടീച്ചേഴ്സിൻ്റെ ഭാഗം കൃത്യമായി ചെയ്യും. ടീച്ചേഴ്സിൻ്റെ ഭാഗം കൃത്യമായി ചെയ്താൽ നിങ്ങൾക്ക് പരാതിപ്പെടാം. നിങ്ങളുടെ ഭാഗം കൃത്യമില്ല നിങ്ങൾക്ക് വരാം. ഞങ്ങൾ പരാതിപ്പെടുന്ന വെച്ചാൽ അറിയാം, നമ്മൾ വേണ്ട നിങ്ങളോട് പറയുന്നതായിരിക്കും. ടെസ്റ്റ് പേപ്പറൊക്കെ നടത്തുന്ന ചിലപ്പം അസൈൻമെൻറ്റ്, സെമിനാർ, ഇതൊക്കെ പറഞ്ഞാൽ കഴിയുന്നത് ആസ് ഫാർ ആസ് പോസിബിൾ പറഞ്ഞ സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതിന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, നല്ല പറയാണ്. ഫോർ എക്സാമ്പിൾ, അസ്മ മിസ്സോ അല്ലെങ്കിൽ എന്താണ് അനുശ്രീ മിസ്സോ നിങ്ങളോട് പറയും ഒരു അസൈൻമെൻറ്റ് വെക്കണം. എപ്പോഴാണ് വെക്കേണ്ടത്? ഡിസംബർ 5-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ തീയതി ഇന്ന് ഡിസംബർ 1. ശരി, 2, 3, 4, 5 4 ദിവസം ഇനിയുണ്ട്. 5-ാം തീയതി വെക്കണ്ടു അടക്കട്ടെ. 2-ാം തീയതി, 3-ാം, 4-ാം തീയതി കഴിഞ്ഞ് 4-ാം തീയതി രാത്രി ആയപ്പോൾ അയ്യോ നാളെ അസൈൻമെൻറ്റ് വെക്കേണ്ടത്, ഓടി പിടിച്ച് കിടന്നങ്ങളൊക്കെ ഉണ്ടാക്കി സമയത്ത് ചിലപ്പോൾ മെസ്സേജ് വെക്കാൻ പറ്റും നാളത്തേക്ക് അസൈൻമെൻറ്റ് ഇടുന്നത്. എന്താവശ്യമുള്ളത്? ഒരാവശ്യമില്ല. കാരണം സാറിൻ്റെ ഗതിയിൽ എന്ത് ടെസ്റ്റ് പേപ്പർ ആയാലും അസൈൻമെൻറ്റ്, ഇപ്പോൾ ടെസ്റ്റ് പേപ്പർ അതുപോലെ തന്നെയാണ്. ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ടെസ്റ്റ് പേപ്പർ നമ്മൾ ഡിക്ലെയർ ചെയ്യും. എപ്പോഴാണ്? ഡിസംബർ 24 ടെസ്റ്റ് പേപ്പറിൻ്റെ ചാപ്റ്റർ അപ്ലേക്ക് തീരും. ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും, ക്ലാസ് ടെസ്റ്റിന് റെഡി ആയിരിക്കുന്നത്. 24-ാം തീയതി ഇരുന്നാറേ സാർ പഠിച്ചില്ല സാർ, ഒരാഴ്ച കഴിഞ്ഞിട്ട് മതി. അങ്ങനെ പറയാനേ പാടില്ല. പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ അതിലേക്ക് പോയിടുത്. നമ്മൾ 24-ാം തീയതി വരുന്നത് 1-ാം തീയതി 23 ദിവസം തന്നെ ഉണ്ട്, പഠിക്കാൻ സമയമുണ്ട്. അവൻ പഠിക്കില്ല. നമ്മളെന്താ ചെയ്യേണ്ടത്? ഒരു അസൈൻമെൻറ്റ് വെക്കാൻ പറഞ്ഞാൽ എപ്പോഴാണ് വെക്കേണ്ടത്? 10-ാം തീയതി വെക്കാൻ പറഞ്ഞാൽ 6-ാം തീയതി വെക്കാൻ ശ്രമിക്കുക, 5-ാം തീയതി വെക്കാൻ ശ്രമിക്കുക. ഈ 1-ാം തീയതി മുതൽ 5 4 ദിവസം ഉണ്ട്, അതിനടക്കങ്ങ് ചെയ്തേക്കോ. അല്ലാതെ 10-ാം തീയതി ആണ് എന്ന് വെച്ചിട്ട് നീട്ടിക്കൊണ്ടുവരും. അത് നമ്മുടെ അസൈൻമെൻറ്റും സെമിനാറോ അല്ലെങ്കിൽ ടെസ്റ്റ് പേപ്പറോ പോലെയല്ല, നമ്മുടെ ലൈഫിൽ തന്നെ വളരെ പ്രധാനമാണ്. പല ആൾക്കാരും കാണാം ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യേണ്ട സമയം, ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻ ഈസ് 25th അല്ലെങ്കിൽ 28th ഡിസംബർ 2021. 28th ഡിസംബർ. ഇന്നത്തിനായത് ഇന്ന് പാടുന്നത് 27 ദിവസമുണ്ട്. സമയം ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അപ്പം നമ്മൾ 26-ാം തീയതി 25-ാം തീയതി എടുത്തു വെക്കും. അപ്പോഴേക്കും എന്ത് വേണം? മറ്റേ സർട്ടിഫിക്കറ്റ് വേണം, ഈ സർട്ടിഫിക്കറ്റ് വേണം, അതിനവിടെ പോകണം, ഇതിനിവിടെ പോകണം, മറ്റേ വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് വേണം. ഇതിനൊന്നും പിന്നെ നമ്മൾ ബേജാറായി പാച്ചലായിരിക്കും. ഈ 25 ദിവസവും നമ്മൾ വെറുതെ നടന്നിട്ട് അവസാനത്തെ 3 ദിവസം നമ്മൾ അതിന് വേണ്ടി ഓടിച്ചാടുകയാണ്. ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നിരിക്കും, തെറ്റിപ്പോയി എന്നിരിക്കും. വളരെ സാവകാശം നമുക്ക് നേരത്തെ ചെയ്യാമായിരുന്നത്. നമ്മളത് വരും എല്ലാവരും ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോഴും ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ടാവും, ഇപ്പോൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമുക്ക് എല്ലാവരും മാറ്റാനുള്ള ഒരു ശ്രമം തന്നെ നമ്മൾ നടത്തും. ഒരു ചെയ്യേണ്ട കാര്യം 3-ാം തീയതി കൂടി ചെയ്യണം. 3-ാം തീയതിയുടെ അടുത്ത് വരെ നമ്മൾ കാത്തിരിക്കരുത്. ചിലപ്പോൾ നാളെ പോകണം എന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷയില്ല. നേരെ മറിച്ച് ജനുവരി 15-ാം തീയതി വേണമെന്ന് പറഞ്ഞാൽ ജനുവരി 15 1.5 മാസമുണ്ട്. എന്തിനാ നമ്മൾ തിരക്കാക്കുന്നത് വിചാരിക്കും. നേരത്തെ ചെയ്തുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അസൈൻമെൻറ്റ് ടെസ്റ്റ് പേപ്പർ മറ്റത് എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളൊരാൾ പറഞ്ഞു കഴിഞ്ഞ് സമയം ഉണ്ടായാലും ഇല്ലെങ്കിലും മേക്ക് ഇറ്റ് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിലാക്സ് ചെയ്യാം. 25-ാം തീയതി കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ നമ്മൾ 15-ാം തീയതി കൊടുത്തു കഴിഞ്ഞാലോ കഴിഞ്ഞു സമാധാനം. നമ്മൾ 25-ാം തീയതി ആകുമ്പോഴേക്ക് 24-ാം തീയതി വൈകുന്നേരം ചെയ്യുമ്പോഴേക്ക് ഇപ്പോൾ സൈറ്റിൽ കയറാൻ പറ്റില്ല. എന്താ ലാസ്റ്റ് നിമിഷത്തിൽ ഒരു സൈറ്റിൽ കയറില്ല, അന്നേരം ചെയ്യുമല്ലോ എല്ലാവരും കയറാൻ പറ്റില്ല. സൈറ്റിൽ നമ്മളിങ്ങനെ നെക്കി കളിക്കുക, മേധാവ് ഓടിക്കൂടി വരും, ചിലപ്പോൾ തെറ്റിപ്പോകും. അങ്ങനെ പല പ്രശ്നവും വരും. ഇന്നലെ നിങ്ങൾ പേപ്പറിൽ കണ്ടിട്ടുണ്ടോ? നമ്മൾ വായിക്കുന്ന ആളെ കണ്ടിട്ടുണ്ടോ? പേപ്പർ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു IIT-യിൽ എൻട്രൻസിൽ ഒരു കുട്ടി എഴുതിയിട്ട് അവൻ അരമണിക്കൂർ നിൽക്കും, അതുകൊണ്ട് കട്ടായി പോകും. തൽക്കാലം നിർത്താം. ഒക്കെ അടുത്ത ക്ലാസ് പറയും.